സൗണ്ട് വേവ്സ് അതല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫിസിക്സിലെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള സൗണ്ട് വേവ്സ് ശബ്ദ തരംഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. സോ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, സോ നിങ്ങളൊക്കെ ഊനാലാടിയിട്ടുണ്ടാവില്ലേ? ഊനാലാടുന്നത് എങ്ങനെയാ? ഫ്രണ്ടിലും ബാക്കോട്ടും അല്ലേ? ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ക്ലോക്ക് കണ്ടിട്ടില്ലേ? ഇങ്ങനത്തെ ടൈപ്പ് ക്ലോക്ക് കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ ഉണ്ടാവും, ഇപ്പം കുറവാണ്. ഇങ്ങനെ അതിൻ്റെ കാലിങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഇങ്ങോട്ടും ആടുന്ന ടൈപ്പ് ക്ലോക്ക് കണ്ടിട്ടുണ്ടോ? അതൊക്കെ എന്താ? അതും സൗണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സൗണ്ട് വേവ്സ് ഒക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഫാന് കറങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാണ് കറങ്ങുന്നത്? ഇങ്ങനെ വട്ടത്തിലല്ലേ? അങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നത് നമ്മൾ സർക്കുലാർ മോഷൻ എന്നാണ് പറയാം. ഈ ഊഞ്ഞാലാടുന്നത് വട്ടത്തിലാണോ? ഊഞ്ഞാലാടുന്നതിന് നമ്മൾ എന്ത് മോഷൻ എന്നാ പറയുക? നിങ്ങൾ കമൻറ്റ് ചെയ്തേ. നമ്മൾ എന്ത് മോഷൻ എന്നാ ഊഞ്ഞാലാടുന്നതിന് പറയാം? അങ്ങനെ ഊഞ്ഞാലാടുന്നതിന് നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്നാ പറയാം. ഓക്കെ, ഇനി വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ സ്വിംഗ് ഹാവ്? സോ അതാണ് ചോദിച്ചിട്ടുള്ളത്. ഊനാലിൻ്റെ ചലനം ഏതു തരമാണ്? സർക്കുലർ ആണോ, അതായത് വർത്തുളമാണോ, ഓസിലേറ്ററി അതായത് ദോലനം ആണോ? സോ എന്താണ് നമ്മളൊരു ഊനാലിൻ്റെ ചലനം, ഊനാല് മൂവ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് മോഷൻ, എങ്ങനത്തെ ചലനമാണെന്നാണ് ചോദിച്ചത്. വർത്തുളമാണോ, ദോലനമാണോ, അതായത് സർക്കുലേറ്ററി ആണോ, ഓസിലേറ്ററി ആണോ? സോ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു തന്നു, ഊനാലാടുന്നത് എന്താണ്? ഓസിലേറ്ററി ആണ്. ഊനാലാടുന്നത് എന്താണ്? ഓസിലേറ്ററി ആണ്. ഓസിലേറ്ററി എന്താണെന്നൊക്കെ പറഞ്ഞു തരാം. ഇനി വാട്ട് ഇസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്? ഒരു ഫ്രീ സ്റ്റേറ്റിൽ നിന്നിട്ട് ഊനാലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഏതായിരിക്കും എന്നാണ് ചോദിച്ചത്. അതായത് ഊനാല് സ്വതന്ത്ര അവസ്ഥയിൽ നിന്ന് ദോലനം ആരംഭിക്കുന്ന സ്ഥാനം ഏതാണ്? അതായത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എവിടെയാണ്? സോ ഊനാൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പം ഇങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോകണം. ഇത് എ, ഇത് ബി, ഇത് ഒ. സോ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എപ്പോഴും ഒ ആയിരിക്കും. ഇനീഷ്യൽ പൊസിഷൻ എന്താണ്? ഒ ആണ്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് പോകുന്നത് അതൊരു മോഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ടൈപ്പ് ഓഫ് മോഷനാണ്, അല്ലെങ്കിൽ എന്ത് ചലനമാണ്? ഫാൻ എന്ന് പറയുന്നത് വട്ടത്തിലല്ലേ, അല്ലെങ്കിൽ റൊട്ടേഷനാണ് ഫാന് സംഭവിക്കുന്നത്. നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഇതെന്താ? നമ്മൾ ഈ ജൈൻ്റ് വീൽ യന്ത്രൂനാല കണ്ടിട്ടില്ലേ? യന്ത്രൂനാല എന്താ? ആകാശത്തൊട്ടിൽ എങ്ങനെയാ? വട്ടത്തിലല്ലേ കറങ്ങുക? ഇങ്ങനെ ആലോചിച്ച് നോക്കി, എങ്ങനെയാ യന്ത്രൂനാല കറങ്ങുക? ഇങ്ങനെയല്ലേ കറങ്ങുക? കയറിയിട്ടുണ്ടോ യന്ത്രൂനാലൊക്കെ? ഞങ്ങൾ യന്ത്രൂനാൽ എന്നാണ് പറയുക. ആകാശത്തൊട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു സാധാരണ പറയാം. ഓക്കെ, ആകാശത്തൊട്ടിൽ കയറിയിട്ടുള്ള എത്ര പേരുണ്ട്? കയറാത്തവരുണ്ടോ? ഓക്കെ, ആകാശത്തൊട്ടിൽ എങ്ങനെയാണ് കറങ്ങുക? വട്ടത്തിലല്ലേ? അത് മുൻപോട്ടും ബാക്കോട്ടുമായിട്ടാണ് കറങ്ങുക? അല്ല. ഇനി ആകാശത്തോണിയുണ്ട്. ആകാശത്തോണി മുന്നോട്ടും ബാക്കോട്ടും ആയി കറങ്ങുക. അത് ഓസിലേറ്ററി ആണ്. വട്ടത്തിൽ കറങ്ങുന്നതിന് നമ്മൾ സർക്കുലാർ എന്ന് പറയും. സോ ഇതൊക്കെ ഒരു സർക്കുലാർ മോഷൻ എക്സാമ്പിളാണ്. അതായത് വർത്തുളം ചലനത്തിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇത്രയും നേരം ഞാൻ പറഞ്ഞു ഓസിലേഷന് എന്നൊക്കെ. അപ്പം എന്താണ് ഈ ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് പറഞ്ഞാൽ? ഓക്കെ, ദോലനം ഇത്രയും നേരം പറഞ്ഞു ആകാശത്തൊട്ടിൽ ദോലനം ചെയ്യുന്നതാണ്. പക്ഷെ ആകാശത്തൊട്ടിൽ വർത്തുളവും ആകാശത്തോണി ദോലനവുമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് ജൈൻ്റ് വീല് സർക്കുലാർ മോഷനും ആകാശത്തോണി എന്ന് പറഞ്ഞൊരു തോണി ഷേപ്പിലുള്ള സാധനമല്ലേ മുൻപോട്ടും ബാക്കോട്ടും പോകുന്നത്? ഈ അടുത്ത് ഹനാൻ ഷാൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, പേടിച്ചിട്ടില്ലേ? സോ ആ ഒരു സംഭവമല്ലേ, അതാണ് ആകാശത്തോണി. ഞാൻ പറയില്ല അങ്ങനെ കേട്ടോ. നിങ്ങളെന്താ പറയില്ലെന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം അതെന്താണ്? അത് ദോലനം ചെയ്യുന്നതാണ്. അപ്പം എന്താണ് ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് നോക്കാം. ഒരു വസ്തു അതിൻ്റെ തുലസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഒരു വശത്തേക്കും ചലിക്കുന്നതാണല്ലോ ദോലനം. സോ ദോലനം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പീരിയോഡിക് മോഷൻ
എന്ന് പറഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ ഇതാക്കുന്നതിനാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഇൻ വിച്ച് ഒബ്ജക്ട്സ് മൂവ് ടു ആൻഡ് ഫ്രോ. അതായത് ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇരുവശത്തേക്കും. ഇപ്പോൾ ഊനാലാടുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ഇതൊരു ഊനാലാന്ന് വിചാരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ പോയി ഇങ്ങനെയല്ലേ ഊനാല പോവുക. ഇപ്പം മുന്നോട്ടും ബാക്കോട്ടും അല്ലേ. ഇപ്പം ഇത് മുന്നോട്ട് പോയി ബാക്കോട്ട് വന്നു, മുന്നോട്ട് പോയി ബാക്കോട്ട് വന്നു, അങ്ങനെയല്ലേ. അതായത് ഇരുവശത്തേക്കും ടു ആൻഡ് ഫ്രോ, ഇരുവശത്തേക്കും അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറയുന്നത്. മുൻപോട്ടും ബാക്കോട്ടും ഇരുവശത്തേക്കും ഒരു കൃത്യമായ ഇടവേളയിൽ അങ്ങനെ മൂവ് ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചലനത്തിനെയാണ് നമ്മൾ ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് പറയുന്നത്. എന്താണ് ഓസിലേഷൻ എന്ന് പറയുന്നത്? ഒരു പീരിയോഡിക് മോഷനാണ്. എന്ത് മോഷനാണ്? പീരിയോഡിക് അല്ലെങ്കിൽ ഇടവേളകളിലുള്ള ചലനമാണ്. ഇൻ വിച്ച് ആൻ ഒബ്ജക്ട്സ് മൂവ് ടു ആൻഡ് ഫ്രോ. ഒബ്ജക്റ്റ് മുമ്പോട്ടും ബാക്കോട്ടും മൂവ് ചെയ്യാണ് അറ്റ് റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം. അതായത് കൃത്യമായ ഇടവേളകളിൽ റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ചലിക്കുന്നതിനാണ് ദോലനം എന്ന് പറയുന്നത്. ഒരു വസ്തു, ഓക്കെ. അപ്പോൾ എന്താണെന്ന് മനസ്സിലായോ? ഒരു വസ്തു പീരിയോഡിക്കായിട്ട്, അതായത് തുലസ്ഥാനത്തെ ആസ്പദമാക്കിയിട്ട് ഇങ്ങനെ ഇരുവശത്തേക്കും പീരിയോഡിക്കായിട്ട് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. സോ ഓസിലേഷൻ മനസ്സിലായോ? ഈ നോട്ട് എഴുതി വെക്കുക, കാരണം ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാം. ഓക്കെ, എന്താ ഓസിലേഷൻ അല്ലെങ്കിൽ എന്താണ് ദോലനം എന്ന് വെച്ചാൽ എന്തെഴുതും? ഓസിലേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു പീരിയോഡിക് മോഷനാണ്. ഇറ്റ്സ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ഒബ്ജക്ട്സ് മൂവ് to and fro at regular intervals of time about its equilibrium position. ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. സോ ഈ പൊസിഷൻ നിന്നിട്ട് മുൻപോട്ടും ബാക്കോട്ടും ഇരുവശത്തേക്കും ഓരോരോ കൃത്യമായ ഇടവേളയിൽ, അതായത് അറ്റ് റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മോഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം. ഇത് മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പം നമ്മൾ അടുത്തതിലോട്ട് പോട്ടെ. ഈ ചിത്രത്തിൽ തുലസ്ഥാനത്തിൽ നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എത്ര? അപ്പം ഇതാണ് തുലസ്ഥാനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ. ദി മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇക്വിലിബ്രിയം ടു വൺ സൈഡ്. ഒരു സ്ഥലത്തോട്ടുള്ള മാക്സിമം ദൂരം. ഈ ദൂരത്തിന് നമ്മൾ എ എന്നാ പറയും. ഇത് ഇങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോണതും ഒരേ ദൂരമായിരിക്കും. അറ്റ് റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം ഇരുവശത്തേക്കും ഒരേപോലെ മൂവ് ചെയ്യുന്നതിന് ആണ് നമ്മൾ അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റാണ് ഈ ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനത്തിലുണ്ട്. അതായത് മുൻപോട്ടും ബാക്കോട്ടും ഒരേ ഡിസ്റ്റൻസിൽ ഒരു റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈമിലാണ് മൂവ്മെൻറ്റ് എടുക്കുക. സോ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് പോകാനുള്ള ദൂരം എത്രയാണ്? എ എന്നാണ് കൊടുക്കുക. അപ്പോൾ എ ആണ് നമ്മൾ അവിടുത്തെ മാക്സിമം ഡിസ്റ്റൻസ് ആയിട്ട് കൊടുക്കുന്നത്. സോ ആൻസർ എ ആണ്. ഓക്കെ, സോ ഞാൻ ഈ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് ഓസിലേറ്ററി മോഷൻ. ഇതിൻ്റെ മലയാളം ഞാൻ കൊടുക്കാൻ മറന്നു, എന്തായാലും പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഓസിലേറ്ററി അല്ലെങ്കിൽ ദോലനത്തിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഒന്ന് പെൻഡുലം ക്ലോക്ക്. ഇതാണ് പെൻഡുലം ക്ലോക്ക്. പെൻഡുലം ക്ലോക്കിൻ്റെ ചലനം ഒരു എന്താണ്? ഇതല്ല, ഇങ്ങനെ ചലിക്കുന്നതിനല്ല കേട്ടോ പറയാം. അതായത് ഇങ്ങനെ ചലിക്കുന്നതിനല്ല കേട്ടോ പറയാം. ഈ സാധനം കണ്ടോ? ഈ സാധനം ഇങ്ങോട്ടും ഇത് പണ്ടത്തെ നമ്മളുടെ പ്രേതത്തിൻ്റെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ക്ലോക്ക്. അങ്ങനത്തെ ഉള്ള ക്ലോക്കിനെയാണ് നമ്മൾ പെൻഡുലം ക്ലോക്ക് എന്ന് പറയുക. സോ ആ പെൻഡുലം ക്ലോക്കിൻ്റെ ചലനം എന്താണ്? ദോലനമാണ് അല്ലെങ്കിൽ ഓസിലേറ്ററി ആണ്. ഇനി ഒരു ഊഞ്ഞാലാടുന്നത് അല്ലെങ്കിൽ സ്വിങ് ഇൻ എ പാർക്ക് എന്താണ്? ദോലനമാണ് അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷനാണ്. ഒരു ട്യൂണിംഗ് ഫോർക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. ട്യൂണിംഗ് ഫോർക്ക് തന്നെയാണ് മലയാളത്തിൽ എഴുതുക. ഓക്കെ, ട്യൂണിംഗ് ഫോർക്കിൻ്റെ ചലനം, ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ കമ്പനം, വൈബ്രേഷൻ നമ്മൾ കമ്പനം. അപ്പോൾ ട്യൂണിംഗ് ഫോർക്കിൻ്റെ കമ്പനം എന്താണ്? ഓസിലേറ്ററി ആണ്. പിന്നെ നമ്മളൊരു ഗിത്താറ് വായിക്കുകയാണ്. ഗിത്താറിൻ്റെ ഈ നാരല്ലേ, ഗിത്താറിൻ്റെ നാരൊന്നിങ്ങനെ ഇതാക്കുന്നതിനാണ് നമ്മൾ പ്ലക്ക് ചെയ്യുന്നത് പറയാം. സോ അതൊക്കെ എന്താണ്? ഓസിലേറ്ററി അല്ലെങ്കിൽ ദോലനത്തിന് എക്സാമ്പിൾസ് ആണ്. മനസ്സിലായോ? ഓക്കെ, ഇനി ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പഠിച്ചു തന്നെയാണ്, ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. ഏതാ ഇക്വിലിബ്രിയം പൊസിഷൻ? ചിത്രത്തിൽ ഏതാ ഇക്വിലിബ്രിയം പൊസിഷൻ? ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയത്തിൽ നിന്നിട്ട് ഒരു സൈഡിലോട്ട് പോകാൻ, ഇവിടെ നല്ല കേട്ടോ, അടിയിൽ നിന്നാണ്. അതായത് ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് പോകാനുള്ള ദൂരം, അതായത് ഡിസ്റ്റൻസ്, ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ്, അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുക. ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത്
തുലസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രത്തിൽ നിന്ന് ഒരു വശത്തേക്ക്, അതായത് ഒരു സൈഡിലോട്ട് പോകുന്ന മാക്സിമം ഡിസ്റ്റൻസ്, പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് അതല്ലെങ്കിൽ ആയതി എന്ന് പറയുന്നത്. അപ്പോൾ ആയതിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഇവിടെ കണ്ടോ, എന്ത് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്ത്? എ വെച്ചിട്ട്, സ്മോൾ എ വെച്ചിട്ടാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ SI യൂണിറ്റ് എന്താണ്? അതിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അത് മീറ്ററിലാണ് നമ്മൾ പറയുക. SI യൂണിറ്റ് എന്താണ്? ആയതിയുടെ SI യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ ഞാൻ ഒരു സാധനം പറഞ്ഞു തരുന്നുണ്ട് ലാസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആയതി പറഞ്ഞാൽ എന്താണ്? തുലസ്ഥാനം അല്ലെങ്കിൽ ഇക്വിലിബ്രത്തിൽ നിന്ന് ഒരു സൈഡിലോട്ട്, ഒരു വശത്തേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള പരമാവധി സ്ഥാനാന്തരം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇനി പീരീഡ് അല്ലെങ്കിൽ പീരിയഡ്. ഓക്കെ, സംഭവം രണ്ടും ഒരുപോലെ തന്നെയാണ്. ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. അതായത് ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈമിനാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. ഒരു ദോലനം, ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ തുടങ്ങി ഇങ്ങനെ പോയി തിരിച്ച് ഇവിടെ തന്നെ എത്തുന്നതിനാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എവിടെ തുടങ്ങി തിരിച്ച് അവിടെ തന്നെ എത്തുന്നതിനാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനെടുക്കുന്ന ഒരു ഓസിലേഷൻ എടുക്കുന്ന ഒരു ദോലനത്തിന് അല്ലെങ്കിൽ ഒരു ഓസിലേഷന് എടുക്കുന്ന, ഇത് ഓസിലേഷൻ എന്നാട്ടോ, എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. എന്താണ് പീരീഡ് എന്ന് പറയുന്നത്? അതിന് നമ്മൾ സമയമായതുകൊണ്ട് അതിന് നമ്മൾ SI യൂണിറ്റ് എന്താണ്? സമയത്തിന് നമ്മൾ സെക്കൻഡാണ് അതിൻ്റെ SI യൂണിറ്റ്. സമയത്തിന് നമ്മൾ T എന്നതിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. SI യൂണിറ്റ് സെക്കൻഡാണ്. അങ്ങനെ നമ്മൾ T എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, റെപ്രസെൻ്റ് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഓസിലേഷൻ എന്താണെന്ന് പഠിച്ചു, ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്താണെന്ന് പഠിച്ചു, ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി എന്താണെന്ന് പഠിച്ചു, പീരീഡ് പഠിച്ചില്ലേ? ഓക്കെ, അടുത്തത് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി. എന്താണ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി? നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു, പീരീഡിൽ നമ്മൾ പറഞ്ഞു ഒരു ഓസിലേഷന് എത്ര സമയം എടുക്കുന്നു, അതിനാണ് നമ്മൾ പീരീഡ് പറയാം. ഇവിടെ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ അല്ലെങ്കിൽ എത്ര ദോലനം നടക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് പറയുന്നത്. അതായത് എനിക്കൊരു സെക്കൻഡ് സമയമുണ്ട്, അതിൻ്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കും. അങ്ങനെ എത്ര പ്രാവശ്യം മൂവ് ചെയ്യുന്നുണ്ടോ അതിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് ഒരു സെക്കൻഡിൽ, ഒരു മിനിറ്റിലല്ല കേട്ടോ, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനത്തിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ആവൃത്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രീക്വൻസി. നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് ഇസ് കോൾഡ് ഫ്രീക്വൻസി. അതിൻ്റെ SI യൂണിറ്റ് നമ്മൾ ഹേർട്സിലാണ് പറയുക. എന്തിലാണ്? ഹേർട്സ്. ഇത് കണ്ടുപിടിച്ചത്, ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് കണ്ടുപിടിച്ചത് ആരാണെന്ന് അറിയോ? ഹെൻറിച്ച് ഹേർട്സ് കണ്ടുപിടിച്ചുകൊണ്ട് അയാളുടെ പേരിൻ്റെ ആദ്യ അക്ഷരവും അവസാനത്തെ അക്ഷരവും ഇതിലങ്ങ് കൊണ്ടുപോയിട്ടു. അങ്ങനെയാണ് ഹേർട്സ് വന്നത്. അയാളുടെ പേര് തന്നെയാണ് കേട്ടോ. സോ ആരാണ് കണ്ടുപിടിച്ചത്? ഹെൻറിച്ച് ഹേർട്സ്. ഇപ്പോൾ ഫ്രീക്വൻസിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഹേർട്സ് ആണ്. നമ്മൾ ഫ്രീക്വൻസിനെ നമ്മൾ എഫ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എന്ത് വെച്ചിട്ടാണ്? F വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. മനസ്സിലായോ? റെപ്രസെൻ്റ് എന്നാൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എന്തൊക്കെ പഠിച്ചു? ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി പഠിച്ചു, പീരീഡ് പഠിച്ചു, ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് പഠിച്ചു, ദോലനം ഓസിലേഷൻ പഠിച്ചില്ലേ? അടുത്തത് ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആവൃത്തി F എന്ന് പറഞ്ഞാൽ 1 പീരീഡ് ആണ്. ഫ്രീക്വൻസി, അതായത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 പീരീഡ് ആണ്. സോ ഇക്വേഷൻ ഓർമ്മയില്ലേ? അപ്പോൾ ഇത് മറന്നു പോകരുത്. അപ്പോൾ F നമുക്ക് എങ്ങനെ എഴുതാം? 1/T എന്ന് എഴുതാം. ഇനി T = 1/F എന്നും എഴുതാം കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് ഇതിനെ ഇങ്ങോട്ട് വിടാം. അതായത് പീരീഡ് എന്ന് പറഞ്ഞാൽ 1 ഫ്രീക്വൻസി എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് F = 1/T എന്നും അല്ലെങ്കിൽ T = 1/F എന്നും എഴുതാം. ഓക്കെ അല്ലേ? അടുത്തത്
ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? പീരീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. അതായത് ഇത് ഡിവൈഡഡ് ആട്ടോ. ടോട്ടൽ ടൈം മൊത്തം ആകെ സമയം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ, അതായത് ദോലനങ്ങളുടെ എണ്ണം. അതാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് 500 സെക്കൻഡ് ഉണ്ട്, 5 ഓസിലേഷനാണ് ഉള്ളത്. അങ്ങനെ ആകുമ്പോൾ പീരീഡ് എത്രയാണ്? 100. പീരീഡ് 100 ആയിരിക്കും. പീരീഡിൻ്റെ യൂണിറ്റ് എന്താണ്? പീരീഡിൻ്റെ യൂണിറ്റ് ടൈം അല്ലേ, സെക്കൻഡ് അല്ലേ. അപ്പോൾ 100 സെക്കൻഡ് ആയിരിക്കും പീരീഡ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? അടുത്തത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ഒരു ഗ്രാഫാണ്. സോ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. അപ്പോൾ ഈ ഗ്രാഫ് ഇതെന്താ പറയണമെന്ന് വെച്ചാൽ, ഞാൻ ഒരു സാധനം പറഞ്ഞുതരാം. ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ? ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രാഫാണ്. അപ്പം ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഇതിനാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുക. ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഓസിലേഷനാണ്. ഇപ്പം ഒരു ഇതും കൂടി ഉണ്ടെങ്കിൽ 2 ഓസിലേഷൻ. ഇപ്പം 2 ഓസിലേഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഈ പിക്ചർ നോക്കിയേ. ഈ പിക്ചർ ഉണ്ടോ? ഇവിടെ ഒരു ഓസിലേഷൻ, ഇവിടെ 2 ഓസിലേഷൻ. ഇനി ഈ ഒരു ഹൈറ്റ് കണ്ടോ? പിങ്ക് ഈ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് അല്ലെങ്കിൽ ആയതി എന്ന് പറയുന്നത്. ഈ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ഉയരത്തിനെയാണ് നമ്മൾ ആയതി എന്ന് പറയുന്നത്. ഇനി പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓസിലേഷന് എത്ര സമയം എടുക്കുന്നതാണ്, അതിനാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര സമയം എടുക്കുന്നു, അതിനാണ് നമ്മൾ ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ഒരു ഓസിലേഷന് എത്ര സമയം എടുക്കുന്നു, അതിനാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഇവിടം വരെയാണ് 1 സെക്കൻഡ് എന്ന് കൂട്ടി. 1 സെക്കൻഡിൽ എത്ര ഓസിലേഷൻ, എത്ര എന്താണ് ദോലനമുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ദോലനം, 2 ദോലനം, 2 ഓസിലേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ 1 സെക്കൻഡിൽ 2 ഓസിലേഷൻ ആണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എത്ര ആയിരിക്കും? 2. ഫ്രീക്വൻസി എത്ര ആയിരിക്കും? 2. മനസ്സിലായോ? സോ ഈ ഒരു ഗ്രാഫ് അതേ പറയുന്നുള്ളൂ, സിമ്പിളാണ്. ഈ ഒരു ഹൈറ്റിന് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി വരും. ഇങ്ങനെ വന്ന് ഇവിടെ എത്തുന്നത് ഇപ്പോഴാണ് ഒരു ദോലനം കഴിയുന്നത്. ഈ ഒരു ദോലനം കഴിയുന്നതിന് നമ്മൾ ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ദോലനം പറയും. സോ ഇതിന് നമ്മൾ ഒരു സൈക്കിൾ എന്നാ പറയുക. അപ്പോൾ ഒരു സൈക്കിൾ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓസിലേഷൻ്റെ സമയത്തിനാണ് നമ്മൾ എടുക്കുന്ന സമയത്തിന് നമ്മൾ പീരീഡ് എന്ന് പറയുക. ഇനി ഒരു സെക്കൻഡിൽ എത്ര ദോലനം ഉള്ളതിനാണ് നമ്മൾ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി പറയുന്നത് ഒരു പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്നാണ്. അതായത് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ എ ഫ്രീക്വൻസി വെൻ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസ്. പെൻഡുലം എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു നൂലിൻ്റെ മുകളിൽ ഒരു പന്ത് കെട്ടി വെക്കാമെന്ന് വിചാരിക്കും. എന്നിട്ട് നിങ്ങൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. ചെറിയ നൂലും കെട്ടുക, ഒരു വലിയ നൂലും കെട്ടുക. ഏത് നൂലിലാട്ടിയാലാണ് സ്പീഡ് കൂടുതലുണ്ടാവുക നോക്കുക. അപ്പോൾ നോക്കുമ്പം നമുക്ക് മനസ്സിലാകും, നീളം കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, നീളം കൂടുമ്പോൾ എണ്ണം കുറയും. ഭയങ്കര സ്പീഡിലാടും. നീളം കൂടുമ്പോൾ മെല്ലനെ ആടുള്ളൂ, അപ്പോൾ ഫ്രീക്വൻസി കുറയും. ഓക്കെ, അതായത് വെൻ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസ് ഫ്രീക്വൻസി ഡിക്രീസസ്. ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ടെന്നാണ്. അപ്പോൾ എണ്ണം കുറയും, അതാണ്. ഓക്കെ, അടുത്തത് ഇത് നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. 1 കിലോ ഹെർട്സ്. കെ എന്ന് പറഞ്ഞാൽ കിലോ എന്നാട്ടോ. 1 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ 1000 ഹെർട്സ്, 1000 ഹെർട്സ് ആണ്. അതിന് നമ്മൾ 10⁻³ ഹെർട്സ് എന്ന് പറയും. ഇത് എം പറഞ്ഞാൽ മെഗാ ആണ്. 1 മെഗാ ഹെർട്സ് നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ടാൽ ഇവിടെ 6 പൂജ്യം വരണം. 6 പൂജ്യം, അതായത് 10 lakh ഹെർട്സ് ആയിരിക്കും. അതായത് 10⁻6 ഹെർട്സ് ആണ് വരിക. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇസ് 1. അതിൻ്റെ പീരീഡ് എത്ര? അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താ അറിയാം? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t ആണെന്നറിയില്ലേ? അതല്ലേ പീരീഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ 1/f ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ 1/1 എത്രയാണ്? 1. അപ്പോൾ ഒരു സെക്കൻഡ് ആയിരിക്കും ആൻസർ ഉണ്ടാവുക. 1 സെക്കൻഡ്. അതായത് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആവൃത്തി 1 ഹെർട്സ് ആണെങ്കിൽ, അതായത് ഫ്രീക്വൻസി 1 ഹെർട്സ് ആണെങ്കിൽ അതിൻ്റെ പീരീഡ് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. മനസ്സിലായോ? ഇത് വെച്ചത് മനസ്സിലായില്ലേ? അടുത്ത്, ഇഫ് എ പെൻഡുലം ടേക്സ് 0.5 seconds to complete 1 oscillation, what is its frequency?
ഓക്കെ, ഇങ്ങനെ തന്നാൽ ഒരു ദോലനം തീർക്കാൻ 0.5 സെക്കൻഡാണ് പെൻഡുലത്തിൻ്റെ പീരീഡ് എങ്കിൽ, പെൻഡുലം എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ആവൃത്തി ഫ്രീക്വൻസി എത്ര. ഇത് തന്നിട്ടുള്ളത് പീരീഡാണ്. പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈമാണ്. ടൈം 0.5 ആണ്. അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് എന്താ അറിയാം, 1/t ആണെന്നറിയൂലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 1/0.5 എന്ന് എഴുതാം. ഈ 0.5 അടിയിൽ വന്നാൽ അത്ര നമുക്കൊരു ഇടങ്ങാറല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 10 കൂട്ടി കൊടുക്കാം. /5 ഇൻറ്റു ഒരു 10 മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഇതും കട്ട് ചെയ്താൽ 2. അപ്പോൾ അവിടുത്തെ ഫ്രീക്വൻസി എത്രയാണ്, 2. അപ്പോൾ 0.5 സെക്കൻഡിൽ എടുക്കുന്ന ഫ്രീക്വൻസി എത്രയാണ്, 2 ആണ്. A tuning fork of frequency 512 Hz is excited and its stem is pressed on a table. Does the table vibrate in this situation and what this phenomenon known as? അതായത് 512 ആവൃത്തിയുള്ള, അതായത് ഫ്രീക്വൻസി ഉള്ള ഒരു ടൂണിംഗ് ഫോർക്ക് എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അതിനെ ഉത്തേജിപ്പിച്ചു, അതായത് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു, എക്സൈറ്റഡ് ചെയ്തു. അതിൻ്റെ തണ്ട് എന്നിട്ട് മേശൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് വെച്ചു, അമർത്തി വെച്ചു. ആ അവസരത്തിൽ മേശക്ക് കമ്പനം ചെയ്യുമോ, അതായത് വൈബ്രേഷൻ ഉണ്ടാകുമോ? ഈ പ്രതിഭാസത്തിന് എന്ത് പറയും? അതായത് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറഞ്ഞാൽ അപ്പുറത്തതിലുണ്ട്, കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു സാധനം, ഇതിൻ്റെ മുകളിലൊരു ഫ്രീക്വൻസി ഒക്കെ എഴുതിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം ഇത് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് അടിച്ചാൽ ഇതിന് വൈബ്രേഷൻ ഉണ്ടാകും. ഈ സാധനം ഇങ്ങനെ കളിക്കും. നിങ്ങൾ ചിലപ്പോൾ കണ്ടുണ്ടാവും, പണ്ടൊക്കെ ക്ലാസ്സിൽ കണ്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സുമാർ കാണിച്ചു തരും, സ്കൂളിൽ നിന്ന് കാണിച്ചു തരും. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇത് വെച്ചിട്ട് ഞാനൊരു മേശമേൽ കൊണ്ടുവച്ചു. ഇത് വൈബ്രേഷൻ, ഇതിങ്ങനെ അടിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് അടിച്ചിട്ട് ഇത് ഞാൻ മേശമേൽ കൊണ്ട് വെച്ചാൽ മേശക്ക് വൈബ്രേഷൻ ഉണ്ടാകും. മേശ ഇങ്ങനെ ആടിക്കളിക്കും, അതായത് ചെറിയൊരു തരിപ്പുണ്ടാകും മേശക്ക്. ആ ഫിനോമിനനെയാണ് നമ്മൾ എന്ത് പറയുക, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. കാരണം ഈ സാധനം വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് മേശ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം എന്ത് പറയും, ആ മേശനെ ഒരാൾ ഫോഴ്സ് ചെയ്തിട്ട് വൈബ്രേറ്റ് ചെയ്യിക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ അതിനെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ അടുത്ത പേജ് പറഞ്ഞു. ഇതാണ് ട്യൂണിംഗ് ഫോർക്ക്. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഇതാണ് ട്യൂണിംഗ് ഫോർക്ക്. ഇതിൻ്റെ മുകളിലൊരു നമ്പർ കാണുന്നുണ്ടോ? ഇവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കി, അവിടെ ഒരു നമ്പർ കാണുന്നുണ്ടോ? 512. അങ്ങനെ എല്ലാത്തിൻ്റെ മുകളിലും നമ്പറുണ്ട്. ഈ നമ്പർ എന്താണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചത്. വാട്ട് ഈസ് എനി റിലേഷൻ ബിറ്റ്വീൻ മാർക്കിംഗ് ആൻഡ് ഇറ്റ്സ് വൈബ്രേഷൻ? കാരണം ഉണ്ട്, ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. ബന്ധം എന്താണെന്ന് വെച്ചാൽ ഈ 512 എന്ന് കാണിക്കുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയാണ്. എന്താണ്? അതിൻ്റെ ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ആണെങ്കിൽ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ടാകുന്നുണ്ടെന്നാണ്, അല്ലെങ്കിൽ എത്ര ദോലനം ഉണ്ടാകുന്നുണ്ടെന്നാണ്. അപ്പോൾ 512 ദോലനം ഈ സാധനം ഒരു സെക്കൻഡിൽ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും വ്യത്യസ്തമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നാച്ചുറൽ ഫ്രീക്വൻസിയാണ്, അതായത് സ്വാഭാവിക ആവൃത്തി. When an object vibrates freely, it's vibrate in its innate frequency. This is natural frequency of an object. അതായത് ഒരു സാധനം വൈബ്രേറ്റ് ചെയ്യുക, ഫ്രീലി വൈബ്രേറ്റ് ചെയ്യുക, അതായത് ഒരു വസ്തു സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിൽ, അതായത് അതിൻ്റെതായിട്ടുള്ള ഫ്രീക്വൻസിയിൽ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്വാഭാവിക ആവൃത്തി എന്നോ നാച്ചുറൽ ഫ്രീക്വൻസി എന്നോ പറയും. ഇപ്പോൾ കുറേ സംഭവങ്ങളുണ്ട് ഇങ്ങനെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന, അത് കണ്ടുപിടിച്ചിട്ട് വരിക എന്തൊക്കെയാണ് നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. ഓക്കെ, അതായത് സ്വാഭാവിക ആവൃത്തിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വരും. അതായത് ഒരു സാധനം അതിൻ്റെ വേറെ ആരെയും കൊണ്ടും കൂടാണ്ട് സ്വന്തമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ സ്വാഭാവിക ആവൃത്തിനെ അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ, സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒന്ന്, ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത്. ഇപ്പോൾ ലെങ്ത്ത് കൂടുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാകും, അതായത് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനം ഉണ്ടാകും. നീളം, വസ്തുവിൻ്റെ നീളം കൂടുമ്പോൾ കമ്പനം ഉണ്ടാകും. ഇനി സൈസ്, വലുപ്പം കൂടുമ്പോഴും കമ്പനം ഉണ്ടാകും. അപ്പോൾ കമ്പനം കാരണമാണ് നാച്ചുറൽ ഫ്രീക്വൻസി വരുന്നത്. പിന്നെ ഇലാസ്റ്റിസിറ്റി, അതായത് ഇലാസ്തികത. പിന്നെ നാച്ചർ ഓഫ് മെറ്റീരിയൽ, ആ പദാർത്ഥത്തിൻ്റെ സ്വഭാവം. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്നുണ്ട്. മനസ്സിലായോ? ഏതൊക്കെയാണ്? ഒന്നെന്താണ് അതിൻ്റെ നീളം, ലെങ്ത്ത്. രണ്ടെന്താണ് സൈസ്, വലുപ്പം. മൂന്നെന്താണ് ഇലാസ്തികത. നാലെന്താണ് നാച്ചർ ഓഫ് മെറ്റീരിയൽ, ആ പദാർത്ഥത്തിൻ്റെ സ്വഭാവം.
ഓക്കെ. ഇനി ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഇപ്പോൾ ഒരാൾ കാരണം ഞാൻ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഇസ് എ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്. ഇപ്പം ഞാൻ നേരത്തെ ഒരു ട്യൂണിംഗ് ഫോർക്ക് മേശൻ്റെ മുകളിൽ വെച്ചപ്പോൾ ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ കമ്പനം കാരണം മേശയ്ക്ക് ഒരു കമ്പനം ഉണ്ടായി. അതിനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. പ്രണോദിത കമ്പനം. ഓക്കെ അല്ലേ? ഇനി ഇപ്പോൾ ABCDEF എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ടോ. അപ്പം ഞാൻ ഇതിനൊന്ന് തട്ടി, ഇത് തട്ടിയാൽ ഇതിന് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇതും ഒരേപോലെ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും, കമ്പനം ചെയ്യും. അതായത് ഇതിനൊക്കെ ഒരു ഫ്രീക്വൻസി ആയിരിക്കും ഉണ്ടാകുക. ഇനി ഞാൻ ഇതാണ് തട്ടിയത്, അപ്പോൾ ഇതൊന്നും അനങ്ങൂല. ഇതും അതായത് BDF ആയിരിക്കും ഒരേപോലെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക, കമ്പനം ചെയ്തുകൊണ്ട് നിൽക്കുക. മനസ്സിലായോ? ഇനി റെസണൻസ്, അനുനാദം. ഓക്കെ. ഇഫ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ഫോഴ്സിങ് ഒബ്ജക്റ്റ്, അതായത് ഒരു സാധനത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി അതിൻ്റെ ഫോഴ്സ്ഡ് അതായത് ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ഫോഴ്സിങ് ഒബ്ജക്റ്റ് ആൻഡ് ദാറ്റ് ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ആർ ഈക്വൽ, ആ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റും നാച്ചുറൽ ഫ്രീക്വൻസിയും ഒരേതാണെങ്കിൽ അതിന് നമ്മൾ റെസണൻസ് എന്ന് പറയും. അതായത് പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ, അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും സെയിം ആണെങ്കിൽ അതിന് നമ്മൾ റെസണൻസ് അല്ലെങ്കിൽ എന്താ പറയുക, അനുനാദം എന്ന് പറയും. ദ ഒബ്ജക്റ്റ് അണ്ടർഗോ റെസണൻസ് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. സോ ഒരു റെസണൻസ്, അനുനാദത്തിലാണ് ഒരു വസ്തുവെങ്കിൽ അത് പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യും, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ അതിൻ്റെയും വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസണൻസ്. സോ നമ്മൾ ഇത് ആദ്യം ഇംഗ്ലീഷിൻ്റെ പറഞ്ഞുതരാം, എന്നിട്ട് മലയാളം മീഡിയം പറഞ്ഞുതരാം കേട്ടോ. സോ ഈ ഫോഴ്സ്ഡ് ആപ്ലിക്കേഷൻ്റെ വൈബ്രേഷൻ വരുന്നത് ഒന്ന് നമ്മൾ MRI സ്കാനിങ്ങിലാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒന്ന് MRI സ്കാനിങ് ആണ്, ഒന്ന് റേഡിയോ ട്യൂൺ ചെയ്യുക, റേഡിയോ തിരിക്കാൻ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം ഒക്കത്തിനും ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ സ്റ്റെത്തസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് മെഗാഫോൺസ്, ഹോൺസ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ട്രംപറ്റ്സ്, നാഗസ്വരത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ ആപ്ലിക്കേഷൻസ്. സോ ആ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ. ഒന്ന് MRI സ്കാനിങ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ MRI സ്കാനിങ്. 2 റേഡിയോ ട്യൂൺ ചെയ്യാൻ. 3 ഗിത്താർ, വയലിന്, വീണ, ഹാർമോണിയം, മൃദംഗം തുടങ്ങിയ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റെതസ്കോപ്പ് എന്താ, ശരീരത്തിലെ ചെറിയ ശബ്ദങ്ങൾ ശ്രവിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പ് ശബ്ദത്തിൻ്റെ പ്രണോദിത കമ്പനം അനുനാദവും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ മെഗാഫോണ്, ഹോണ്, സംഗീതോപകരണങ്ങളായ ട്രംപറ്റ്സ്, നാഗസ്വരങ്ങൾ തുടങ്ങിയ ഉപകരണങ്ങളിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം എന്തെങ്കിലും ഡൗട്ട് ഇതുവരെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത പാട്ട് സൂൺ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്